ഒരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെങ്ങനെ ഇവിടെ എത്തി? വാട്ട് ഈസ് ഗോയിങ് ഓൺ? സോ നമ്മൾ ആക്ച്വലി ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന പ്ലേസസൊക്കെ നോക്കി. അപ്പോൾ വെതർ വളരെ മോശമാണ് പല സ്ഥലത്തും. ലൈക്ക് ജൂൺ ജൂലൈ ടൈം എല്ലായിടത്തും അത്ര നല്ല വെതറൊന്നും അല്ല. അപ്പോൾ അങ്ങനെ കുറേ പ്ലേസസ് ക്യാൻസൽ ഔട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ വി ഓൾസോ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ജോർജിയ എന്നൊരു ഓപ്ഷൻ നമ്മൾ കണ്ടത്. അപ്പോൾ വി തോട്ട് ഓക്കെ, ദിസ് ഈസ് സംതിങ് അധികം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ സത്യം പറയാലോ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഫുൾ പ്രോബ്ലംസ് ആയിരുന്നു. പക്ഷേ ഐ ആം സ്റ്റിൽ ഹിയർ. അപ്പോൾ എങ്ങനെ നമ്മളിവിടം വരെ എത്തി എന്നുള്ള സ്റ്റോറി ബാക്കി നിങ്ങൾ കണ്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലേ ഓവർ. ഇവിടം വരെ നമുക്കൊരു സ്മൂത്ത് ജേർണി ആയിരുന്നു. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്, അതായത് ടിബ്ലിസിയിലേക്കുള്ള ഫ്ലൈറ്റ് അവിടെ എത്തി ലാൻഡ് ചെയ്യാനായി എന്നുള്ള അവസ്ഥയായപ്പോഴേക്ക് പൈലറ്റ് വീണ്ടും തിരിച്ച് എയറിലേക്ക് തന്നെ കൊണ്ടുപോയി. കാരണം എന്തോ ഒരു തണ്ടർ സ്റ്റോം റെയിനൊക്കെ കാരണം അവർക്ക് ലാൻഡ് ചെയ്യാൻ അത്ര സേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, സേഫ്റ്റിയല്ലേ പ്രധാനം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ടിബ്ലിസി എത്തുമ്പോൾ പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആയി കാണും. സത്യം പറയാലോ ട്രിപ്പിന്റെ തുടക്കം തന്നെ ഇങ്ങനെയായപ്പോൾ ഇത് ട്രിപ്പിനെ മോശമായി ബാധിക്കുന്ന എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ജോർജിയയിലെ ഫസ്റ്റ് മോർണിംഗ് നമ്മൾ കണി കണ്ടു തന്നെ ഈ വലിയൊരു ബിൽഡിംഗ് ആണ്. ഇത് ആക്ച്വലി ജോർജിയയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടിയാണ് അത്രേ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഹോട്ടൽ. ആ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് മുഴുവൻ ജോർജിയും അതുപോലെ ഹിപ്പ് ആൻഡ് മോഡേൺ ആണെന്നൊന്നും വിചാരിക്കല്ലേ. അത് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഒരു ഫാൻസി ബിൽഡിംഗ് ആയിട്ട്. ബാക്കി ജോർജിയ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ടൗൺ ആണ്. പക്ഷെ അതിൻ്റെ ഒരു ബ്യൂട്ടി അത് വേറെ തന്നെ കാണാനുണ്ട്. ഇതാണ് ഫ്രീഡം സ്ക്വയർ. ഇത് വരുന്നത് സിറ്റി സെൻറ്ററിലാണ്. ആൻഡ് ബേസിക്കലി ഇൻ എവറി UK ഓ യൂറോപ്യൻ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് എല്ലാ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ബേസിക്കലി ഒരു കമേഴ്ഷ്യൽ ഹബ്ബായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും. ആൻഡ് അങ്ങനെ ഒരു ഏരിയ എല്ലാ ടൗണിലും കാണും. ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം നമുക്ക് എത്ര നോക്കിയിട്ടും പിടികിട്ടുന്നുണ്ടായില്ല. ബിക്കോസ് റെഡ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അണ്ടർഗ്രൗണ്ട് വഴി നമ്മൾ ഈ സബ്വേയിലൊക്കെ പോകുന്ന പോലെ ഓരോ പാസേജ് ഉണ്ട്. അതിലൂടെ വേണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ബുദ്ധിപരമായി കണ്ടുപിടിച്ചതൊന്നുമല്ല. നിവൃത്തി കേട്ടപ്പോൾ അമ്മ ഒരാളോട് പോയി ചോദിച്ചപ്പം പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തന്നാണ്. നമ്മൾ എത്തിയപ്പോൾ രാത്രി അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല പ്ലെസന്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഉഷാറായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാം എന്നായി എല്ലാവരും. അങ്ങനെ സിറ്റി സെന്ററിൽ നിന്ന് ഒരല്പം മാറി ബ്രിഡ്ജ് ഓഫ് പീസിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് ആക്ച്വലി 2010 പണിത ഒരു ബ്രിഡ്ജാണ്. വിച്ച് മീൻസ് ഒരു 16 years ആയി കാണും അല്ലെ. ഈ ബ്രിഡ്ജ് പണിത സമയത്ത് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. അതായത് ഈ സിറ്റി മൊത്തം ഒരു ഓൾഡ് ടൗൺ വില്ലേജ് ആമും ഈ ബ്രിഡ്ജ് ആണെങ്കിൽ കുറച്ച് അൾട്രാ മോഡേൺ ലുക്കൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നതും എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ബ്രിഡ്ജ് തന്നെയാണ്. എനിക്കും ഇവിടുത്തെ വ്യൂ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സൈഡ് നോക്കിയാൽ നമുക്കിങ്ങനെ കുറച്ചൊരു മൗണ്ടൻ ടൈപ്പ് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു അതൊക്കെ കാണാം. മറ്റേ സൈഡിലാണെങ്കിൽ നമുക്ക് സിറ്റിയും കാണാം. അങ്ങനെ ആ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് റൈക്ക് പാർക്കിലേക്കാണ്. ഇവിടെ ആക്ച്വലി നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു കുഞ്ഞി ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യൂയിലേക്ക് പോകേണ്ടത്. അത് നമ്മൾ കേബിൾ കാർ എടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കേബിൾ കാറിന്റെ ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല വെയിലും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ടയർഡായിന്ന് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. പക്ഷേ മുകളിലേക്ക് എത്തിയപ്പോൾ ഓ മൈ ഗോഡ്, എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലേ. വെയിലുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ സ്വെറ്റ് ആവുന്ന ടൈപ്പ് ഹ്യൂമിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചില്ലായിട്ട് തോന്നും. ബിക്കോസ് നല്ല വിൻഡൊക്കെ ഉണ്ട്. പിന്നെ ഈ വ്യൂ തന്നെ കാണുമ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ തന്നാലെ മറന്നുപോകും. ഐ തിങ്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടിബ്ലിസി കാണാൻ പറ്റും. ആൻഡ് ആക്ച്വലി ഇത് നല്ല ഹൈറ്റിലാണെങ്കിലും നമ്മൾ ഈ കേബിൾ കാർ വഴി വരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു സ്ട്രെസ്സും എഫേർട്ടൊന്നും തോന്നില്ല. വി ആർ സ്റ്റിൽ കംഫർട്ടബിൾ. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് നാട്ടിലെ അമ്പലപ്പറമ്പാണ് ഓർമ്മ വന്നത്. ബിക്കോസ് ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളിവിടുന്ന് 2 ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മേടിച്ചു. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സും വാട്ടർ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ സെല് ചെയ്യുന്ന കടകളും ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു കാണാം. അതിന്റെ നേരെ താഴേക്കാണ് നമ്മൾ എത്തുന്നത്. ടിബ്ലിസിയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് മദർ ഓഫ് ജോർജിയ. ഈ സ്റ്റാച്യു ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഒരു കയ്യിലൊരു സ്വോർഡും മറ്റേ കയ്യിലൊരു വൈൻ ഗ്ലാസുമാണ് ഉള്ളത്. അതിന്റെ അർത്ഥം
രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന എനിമീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് സ്വോർഡ്. അതേസമയം ഇവിടെ വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വൈൻ ഗ്ലാസ്. ഇന്ത്യയിൽ നമുക്കൊരു ചൊല്ലുണ്ട്, അതിഥി ദേവോ ഭവ. എന്നാൽ ജോർജിയയിൽ ഇവർ അതിഥികളെ ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ അവർക്കും അതിഥികൾ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോർ വാല്യൂസ് തന്നെയാണ് ഈ സ്റ്റാച്യൂം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും കഴിക്കാം എന്നായി. ഇത് ചിമ്നി കേക്കാണ് നിങ്ങൾ കണ്ടത്, പക്ഷെ അവിടുന്ന് നമ്മളത് കഴിച്ചില്ല. പക്ഷേ ഓറഞ്ചസ് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് പാടി, ബിക്കോസ് ഐ റിയലി ലവ് ഓറഞ്ച് ജ്യൂസ്. ആൻഡ് ഇവിടെയാണെങ്കിൽ ഓരോ സ്പോട്ടിലും ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് ഓറഞ്ച് ജ്യൂസ്. ഇമാജിൻ നല്ല വെയിൽ, അതിൻ്റെ ഇടയ്ക്ക് നല്ല ഐസ് ഇട്ടിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ്. ആഹാ, ആലോചിക്കുമ്പോൾ തന്നെ വീണ്ടും വായിൽ വെള്ളം വരും. അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ലഞ്ച് കഴിക്കാം എന്നുള്ള പ്ലാനിൽ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഐ തിങ്ക് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ് വാസ് നമ്മൾ കഴിക്കേണ്ട പ്ലേസസിന് അങ്ങനെ വലിയൊരു ലിസ്റ്റ് ആക്കിയില്ല. നമ്മൾ നടന്ന് എവിടെ എത്തുന്നോ അവിടുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി. മാപ്സിൽ ചെക്ക് ചെയ്തപ്പോൾ വേറൊരു ഫുഡ് സ്ട്രീറ്റിലാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് കണ്ടപ്പോൾ എന്നാൽ വൈ നോട്ട് എക്സ്പ്ലോർ ദാറ്റ്, അങ്ങനെ നമ്മൾ അതിങ്ങനെ നോക്കി നടക്കാൻ തുടങ്ങി. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിന് ഉള്ളൊരു പ്ലേസ് നോക്കിയിട്ട് പോവാണ്. ആക്ച്വലി ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആൻഡ് യു വിൽ ബി ലൈക്ക് സ്പോയിൽഡ് ഫോർ ചോയ്സ്. എല്ലാം കാണുമ്പോൾ ഒന്നിനൊന്ന് മെച്ചം പോലെയുണ്ട്. സോ ഫൈനലി വി നാരോ ഡൗൺ ഓൺ വൺ പ്ലേസ് ആൻഡ് ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. അങ്ങനെ നമ്മൾ എത്തിയത് ബാംബ എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്, ബിക്കോസ് ആ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങി. അങ്ങനെ ജോർജിയയിലെ നമ്മുടെ ഫസ്റ്റ് മീൽ കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ എത്തി. ആ ഡംപ്ലിങ്സ് പോലെ കാണുന്നതാണ് കിൻകലി. അത് ജോർജിയയിലെ ഒരു മെയിൻ ഡിഷാണ്. ഇത് ബീഫ് ആൻഡ് പൊട്ടറ്റോസിൻ്റെ ഒരു ഡിഷും പിന്നെ നമ്മളൊരു സാലഡും പറഞ്ഞു. ഇത് എഗ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രിഞ്ചോൾ ആൻഡ് വാൾനട്ട് ഇട്ടിട്ടുള്ള ഇവിടുത്തെ ഒരു ക്ലാസിക് സാലഡ്. ആൻഡ് ഫൈനലി വൺ ലാം കബാബ്. കാരണം ജോർജിയയിൽ ഇത് വളരെ ഫേമസ് ആണ് ആൻഡ് ദേ ആക്ച്വലി മേക്ക് ഇറ്റ് പ്രിറ്റി ടേസ്റ്റ്. ഈ കിൻകലി കഴിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എനിക്ക് മിസ്റ്റേക്ക് ആയതല്ല. ഇതിൻ്റെ ഉള്ളിൽ സൂപ്പ് നിറച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ തലതിരിച്ച് പിടിച്ച് സൂപ്പ് ആദ്യം കുടിക്കണം, എന്നിട്ടാണ് അത് ബാക്കി കഴിക്കേണ്ടത്. വെറും ബ്രെഡും ചീസും മാത്രം എക്സ്പെക്ട് ചെയ്തു പോയ നമുക്ക് ഫസ്റ്റ് മീലിൽ തന്നെ ഇത്രയും വെറൈറ്റി കിട്ടിയപ്പോൾ പറയണ്ടല്ലോ, വി വർ സോ ഹാപ്പി. ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യാത്തപ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാലും നന്നായി സംഭവിക്കുക. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ നടക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എയിമൊന്നുമില്ല, കാണുമ്പോൾ നല്ലൊരു സ്ട്രീറ്റ് ആയിരുന്നു. നമുക്ക് ആക്ച്വലി നമ്മൾ എവിടെ എത്തിപ്പെട്ടതെന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ബാംഗ്ലൂർ പോലത്തെ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. ബിക്കോസ് ഒരുപാട് ട്രീസ് ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ദേ ഈ ഒരു ഐസ്ക്രീം പീടിയയിലെത്തി. ഫുഡ് കഴിച്ചതിന് എന്തെങ്കിലും മധുരം വേണമല്ലോ, അതാണല്ലോ നാട്ടു നടപ്പ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൂടിയെന്ന് അമ്മ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ജെലാറ്റോ പ്ലേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം, ഞാൻ നേരത്തെ കണ്ടിരുന്നു. അത് അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത്. സംഭവം വേറൊന്നുമല്ല, നേരത്തെ നമ്മൾ കണ്ട ചിമ്നി കേക്ക് ഉണ്ടല്ലോ, ആ ചിമ്നി കേക്കിൻ്റെ അകത്ത് ഫ്രൂട്ട്സും സിറപ്പും ചോക്ലേറ്റും എന്താന്ന് വെച്ചാൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ സോഫ്റ്റി, നമ്മുടെ മെഗ്ഡിയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല യമ്മി ആയിട്ടുള്ള സോഫ്റ്റി ഐസ്ക്രീം ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ കേക്ക് ആൻഡ് ഐസ്ക്രീം രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. ഒന്നും നോക്കിയില്ല, നമ്മൾ ബിസ്കോഫിൻ്റെ ഫ്ലേവറിലുള്ള ഒരെണ്ണം തന്നെ പറഞ്ഞു. ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡിലാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കി തന്നത്. ഞാൻ വിചാരിച്ചു ഒരു 10 minutes ഒക്കെ എടുക്കുമായിരിക്കും, കാരണം ഈ കേക്ക് ഉണ്ടായി വരണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് ആക്ച്വലി ക്യാമറയായിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിട്ടില്ല. ലൈറ്റ്നിങ് സ്പീഡിലാണ് ഈ പുള്ളിക്കാരൻ ഇത് ഉണ്ടാക്കി തന്നത്. ആൻഡ് വെൻ ഐ ടേസ്റ്റഡ് ഇറ്റ്, ഓ മൈ ഗോഡ്, ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ശരിക്കും തിരിച്ചു പോയിട്ട് ഒന്നുകൂടി ഇത് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് പോകാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല. മധുരമൊക്കെ കഴിച്ചില്ലേ, ഇനി ഒന്ന് കുളിച്ചാലോ? കൺഫ്യൂഷനായോ? നമ്മളിപ്പോൾ പോകുന്നത് സൾഫർ ബാത്സിലേക്കാണ്. യെസ്, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. നമ്മുടെ ഈ കൊറിയൻ സ്പാ എന്നൊക്കെ പറയുന്ന പോലെ ഇത് സൾഫർ വാട്ടറിൽ നമുക്ക് കുളിക്കാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ സ്ക്രബിങ്ങും കാര്യമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിന് വേറെയും ആളുണ്ട്. എക്സെമ, സോറിയാസിസ്, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ സൾഫർ ബാത്സ് വളരെ ഹീലിംഗ് ആൻഡ് മെഡിസിനൽ ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ആൻഡ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബാത്ത് ഹൗസ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ബാത്ത് ഹൗസസിലല്ല, താഴെയുള്ള ഈ ഗുഹയിലും വെള്ളച്ചാട്ടത്തിലൊക്കെയാണ് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ നല്ല താല്പര്യം. ഇവരൊന്നും മഞ്ഞമ്പൽ ബോയ്സ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളും കൂടെ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അവിടെ പോയിട്ടുള്ള എക്സ്പ്ലോറിംഗ് ഒന്നും വേണ്ട, അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല. ഈ സംഭവം മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ പാരീസിലെ ലവ് ലോക്ക് ബ്രിഡ്ജിന്റെ ഒരു സെയിം റെപ്ലിക്കയാണ്. ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഇതിൽ എത്ര പേരിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാവിലെയൊക്കെ നല്ല കൂൾ പ്ലെസന്റ് വെതർ ആയിരുന്നെങ്കിലും ഈ ഒരു സമയം, അതായത് ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴേക്ക് ചൂട് അത്യാവശ്യം കൂടാൻ തുടങ്ങി. പിന്നെ ഇവിടെയൊന്നും പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷെയ്ഡൊന്നുമില്ല, ഉള്ള ഷെയ്ഡിലൊക്കെ ആൾക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും അത്യാവശ്യം ടയേർഡായി തുടങ്ങിയപ്പോൾ വി തോട്ട് ഒന്ന് തിരിച്ചു പോയി റെസ്റ്റപ്പ് ഒക്കെ ചെയ്തിട്ട് മെല്ലെ നമുക്ക് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങാം. ഈ അപ്പാർട്ട്മെന്റ്സും ഹൗസസും ഒക്കെ കണ്ടില്ലേ, ആ ഒരു റോക്കിന്റെ മേലെ ഇപ്പൊ പൊട്ടി വീഴുന്നുള്ള അവസ്ഥയിലൊക്കെയാണ് ചിലതൊക്കെ നിൽക്കുന്നത്. കാണുമ്പോൾ നമുക്ക് തന്നെ പാനിക് ആവാൻ തുടങ്ങും. ഈവനിങ് ഒരു 7 ഒക്കെ ആയപ്പോൾ നമ്മൾ ഈ ക്ലോക്ക് ടവർ കാണാൻ വേണ്ടി വന്നു. യെസ്, ഇതിപ്പോൾ 7 ആണ് ഈവനിങ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഈ ഒരു ക്ലോക്ക് ടവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലും ഈ മാലാഖ പുറത്ത് വന്നിട്ട് മണിയടിക്കും. അത് മാത്രമല്ല, എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരം 7 മണിക്കും ഈ ഒരു ചെറിയൊരു പപ്പറ്റ് ഷോ ഉണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം, ഒരു മനുഷ്യന്റെ ലൈഫാണ് ഇവർ ഈ ഡെപിക്റ്റ് ചെയ്യുന്നത്. രണ്ടുപേർ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു, പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, കുട്ടികളാവുന്നു, പിന്നെ ഓൾഡ് ഏജ് ആൻഡ് ഫൈനലി ദേ സേ ഗുഡ് ബൈ ടു ദിസ് വേൾഡ്. നമ്മളെപ്പോഴും ഒന്ന് കഴിഞ്ഞ് വേറൊന്നിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു വളരെ ഷോർട്ട് ടൈമേ കിട്ടുന്നുള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ നമുക്ക് വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ക്ലോക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇത് മര്യാദക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലെ ക്യാമറയിൽ തന്നെ സൂമിൻ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരു ഫിംഗറിൻ്റെ അത്ര ഒരു വലിപ്പേ ഉള്ളൂ അത് കാണാൻ. പുറത്ത് ഇത്രയും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും സമയം ഏകദേശം 7:30, 8 ഒക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി ഡിന്നർ ടൈമാണ്. നമ്മൾ ഷർഡേനി സ്ട്രീറ്റിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളാരും ഇതിനു മുന്നേ സ്ട്രീറ്റ് കണ്ടിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു ഹോട്ടൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ബാക്കിൽ കാണുന്ന മൊസൈക്കോ ഇസ് സപ്പോസ്ഡ്ലി ഒരു ഫാൻസി റെസ്റ്റോറൻ്റ് ആണ് അത്രേ. പക്ഷേ നമ്മുടെ കോലം തീരെ ശരിയല്ലാത്തത് കൊണ്ട് നമ്മളെ അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. ബൈ ദ വേ, ഇത് നമ്മൾ ചോദിച്ചതൊന്നുമല്ല കേട്ടോ, നമ്മൾ ഏകദേശം ഊഹിച്ചാണ്. ബിക്കോസ് അവിടെ പോകുന്നവരൊക്കെ വളരെ ഫാൻസിയായി ഡ്രസ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഷർഡേനി സ്ട്രീറ്റ് തപ്പി നടന്നപ്പോഴാണ് ഈ ഒരു വിയേർഡ് സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പേരാണെങ്കിൽ സീക്രട്ട് ഗാർഡൻസ്. ലൈറ്റൊക്കെ എങ്ങനെയുണ്ട്, പക്ഷെ ഒരു മനുഷ്യൻ ഇവിടെ കാണാനില്ല. ഇനീഷ്യലി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പോയതാണ്. ബട്ട് ദെൻ ഐ തോട്ട്, എന്തിനാ ഓഫ് ചെയ്യുന്നത്? ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ഒരു പ്രൂഫൊക്കെ ഉള്ളത് നല്ലതല്ലേ. എൻ്റെ അനിയനിങ്ങനെ മുന്നിൽ പോകുന്ന ധൈര്യത്തിൽ ഞാനും കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങനെ വലിയ വീരവാദമൊക്കെ ഇളക്കി അങ്ങനെ നടന്നു. ഇതാണെങ്കിൽ ഒരു മേസ് പോലെയാണ്, ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഒന്ന്. ഇതിപ്പോൾ നമ്മളൊരു ടണലിൻ്റെ അകത്തേക്കൊക്കെ പോയ പോലെ, പക്ഷെ ആൾവാസമുള്ള സ്ഥലം പോലെയുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ഇവിടെ കാണാനില്ല. എനിക്കതാണ് ഏറ്റവും സ്ട്രേഞ്ച് ആയി തോന്നിയത്. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കഥയാകെ മാറി. ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക് ഒക്കെ എവിടെയോ വരുന്നു. അവിടെ ഇവിടെ 1-2 ടേബിൾസിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായി. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ആക്ച്വൽ സീക്രട്ട് മാർക്കറ്റ് തന്നെയാണ്. മേ ബി നമ്മൾ ഓഫ് ആഴ്സിലായിരിക്കണം വന്നിട്ടുള്ളത്. സീക്രട്ട് മാർക്കറ്റ് നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, അതായിരിക്കാം ആളൊന്നും ഇല്ലാത്തത്. ഒരു വാതിലടയ്ക്കുമ്പോൾ അടുത്ത വാതിൽ തുറക്കുന്നാണല്ലോ. അങ്ങനെ അവിടെ തുറന്നു കണ്ട ഒരു വാതിലൂടെ നമ്മളും മെല്ലെ അങ്ങനെ നടന്നു. അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നല്ല ആളും ബഹളവുമുള്ള ഒരു കറക്റ്റ് സ്ട്രീറ്റിൻ്റെ നടുക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോഴാണ് എൻ്റെ അനിയന് കാര്യം മനസ്സിലായത്. ഹീ സെഡ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതാണ് ഷർഡേനി സ്ട്രീറ്റ്. ബേസിക്കലി നമ്മൾ ഈ ഗൂഗിൾ മാപ്സൊക്കെ നോക്കി വളഞ്ഞു ചുറ്റി പോകാനിരുന്ന സംഭവം നമ്മൾ പോലും അറിയാതെ ഒരു ഷോർട്ട് കട്ട് എടുത്ത് നമ്മളെത്തി. അത് മാത്രമല്ല, ഈ സ്ട്രീറ്റ് ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ഉച്ചയ്ക്ക് മറ്റേ ചിമ്നി കേക്കിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ചില്ലേ, ആ സെയിം സ്ഥലമാണ് ഷർഡേനി സ്ട്രീറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈവനിങ് വന്ന് ചുറ്റിക്കറങ്ങി മെല്ലെ ആസ്വദിക്കാം എന്ന് വിചാരിച്ച സ്ഥലത്തായിരുന്നു നമ്മൾ ഫുൾ ആഫ്റ്റർനൂൺ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ചില ഫെമിലിയർ കഫേസും ലൊക്കേഷൻസൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അവിടുന്ന് ഒരു സൂപ്പ് ആൻഡ് കച്ചാപ്പുരി ആൻഡ് കുറച്ച് കിൻകലി ട്രൈ ചെയ്തു. കച്ചാപ്പുരി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെയിൻ സാധനമാണ്. ഒന്നുമില്ല, ബ്രെഡും ചീസും മാത്രമാണ്. പക്ഷേ ആക്ച്വലി അത് കാണാൻ ഇങ്ങനെയല്ല, വേറൊരു ഷേപ്പിലാണ്. ഇതിപ്പോൾ കാണുമ്പോൾ പിസ്സ പോലെയാണ് ഉള്ളത്. പക്ഷേ ഫുഡ് വാസ് ഓക്കെ. ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല പെരുമഴയായി. അപ്പോൾ ക്യാബ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് വണ്ടി കയറണമെങ്കിൽ ഒരുപാട് നടക്കണം. അപ്പോഴാണ് ഇങ്ങനത്തെ സിറ്റി ടൂർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടികൾ നമ്മൾ ശ്രദ്ധിച്ചത്. എന്നാൽ പിന്നെ ഇതിൽ കയറിയിട്ടങ്ങ് ഹോട്ടലിൽ പോയാലോ എന്നങ്ങ് വിചാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ മഴയത്തൊക്കെ ഇങ്ങനെ പോകാൻ. ആൻഡ് പുള്ളിയാണെങ്കിൽ ഫോണൊക്കെ തന്നു. നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മലയാളം പാട്ടൊക്കെ ഫുൾ ബ്ലാസ്റ്റ് ഫുൾ വോളിയത്തിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈബ് അടിച്ചിരിക്കുമ്പോൾ ഈ പോയിന്റ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി നമ്മളെ നൈസായി പറ്റിക്കുമായിരുന്നു. ബിക്കോസ് ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ എത്തിയതുമില്ല, വെറുതെ നമ്മളൊരു 30-40 മിനിറ്റ്സ് കളയും ചെയ്തു. സാരില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്ലാൻ കസ്ബേഗി കാണാൻ പോവാം. നമ്മളിപ്പോൾ കണ്ട ടിബ്ലിസി സിറ്റി ആണെങ്കിൽ കസ്ബേഗി എന്ന് പറഞ്ഞാൽ ഫുൾ മൗണ്ടൻസ് മാത്രമാണ്. ആക്ച്വലി ഈ ജോർജിയ എന്ന് പറയുന്ന സ്ഥലം യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും കറക്റ്റ് ഒരു മീറ്റിംഗ് പോയിന്റിലാണ് ഉള്ളത്. പക്ഷെ എന്ന് കരുതി ഏഷ്യൻസിനെ ഒന്നും ഇവിടെ കാണാനില്ല. ഇവിടെ കൂടുതലും ഒരു റഷ്യൻ കൾച്ചറിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും ലക്കി ആയത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിൽ മൊത്തം ഹീറ്റ് വേവായി എല്ലാവരും ചൂടത്ത് വലയുന്ന സമയത്ത് ജോർജിയ എന്ന് പറഞ്ഞ കൺട്രി മാത്രമാണ് നല്ല കൂളായി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ കസ്ബേഗി മൗണ്ടൻസ് ഒക്കെ ആയിരിക്കാം അതിന്റെ മെയിൻ റീസൺ. കസ്ബേഗിയിലേക്ക് പോകുന്ന വഴി നമുക്ക് 3 സ്റ്റോപ്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ആണിത്. ഇതിന്റെ പേര് അനനുരി ഫോർട്രസ്. പണ്ട് കാലത്ത് യുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് ചില രാജാക്കന്മാരൊക്കെ ഒളിച്ച് താമസിക്കാൻ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്ര ഇത്. ഞാൻ അന്ന് ആക്ച്വലി പോയപ്പോൾ ഇതൊരു ചേർച്ച് ആണെന്നാണ് വിചാരിച്ചത്. കാരണം നമുക്കിവിടെ അകത്ത് പോയ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനും അങ്ങനെ വേർഷിപ്പ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു സംഭവമൊക്കെ ഇവിടെ കാണാമായിരുന്നു. ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും ഇങ്ങനെയാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റിനൊക്കെ കറക്റ്റായിട്ട് ഈ ഡ്രൈവേഴ്സും ഗൈഡ്സും ഒക്കെ എല്ലാ സ്ഥലത്തും എത്തിക്കും. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴും ഇതേ ബാച്ച് ഓഫ് ആൾക്കാരെ തന്നെ നമുക്ക് അവിടെയും കാണാൻ പറ്റും. ബട്ട് ഇൻ എ വേ ദാറ്റ്സ് ഗുഡ്, ബിക്കോസ് നമ്മളെവിടെ പോയാലും നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നില്ല. എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും എപ്പോഴും നല്ല ഫുള്ളായിരുന്നു. ആൻഡ് ആക്ച്വലി നമ്മൾ ഇത്ര ക്രൗഡ് സത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു കൺട്രിയിൽ പോയിട്ട് ഇത്രയും കുറച്ച് ഇന്ത്യൻസിനെ കാണാൻ പറ്റിയത്. യൂഷ്വലി നമ്മൾ എവിടെ പോയാലും നമുക്ക് മലയാളീസിന് എന്തായാലും നമ്മൾ കാണും. പക്ഷേ ഈ ജോർജിയയിൽ വന്നിട്ട് വളരെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. ഏഷ്യൻസ് പിന്നെയും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് യൂറോപ്യൻസ് തന്നെയായിരുന്നു. അതും യൂറോപ്യൻസ് മോസ്റ്റ്ലി ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. കൊച്ചുകുട്ടികളും ഗ്രാൻഡ് പേരൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ഫാമിലി വെക്കേഷന് വന്നതുപോലെ. ഇവിടുന്ന് നമ്മൾ ആക്ച്വലി ഒരു മലയാളി ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ ഇതൊരു ചേർച്ച് ആണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. ബിക്കോസ് ഇതൊക്കെ കണ്ടാൽ ചേർച്ച് അല്ല എന്ന് ആരെങ്കിലും പറയോ? ഐ ഡോണ്ട് നോ. ഞാൻ അധികം ചേർച്ചസിൽ പോവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കയറി വന്നപ്പോൾ വല്ലാത്തൊരു പ്രസൻസ്, ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്വയറ്റ് ആവും. ആരും കോൺഷ്യസ്ലി ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ അറിയാണ്ട് ആ ഒരു സ്പേസിനുള്ള റെസ്പെക്റ്റ് നമ്മൾ തന്നെ കൊടുത്തു പോകും. അങ്ങനെ 2-3 മെഴുകുതിരിയൊക്കെ കത്തിച്ച് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ 1-2 ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് ഒക്കെ നിന്ന് നമ്മളും അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമബിൾ പിക്ചേഴ്സൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ വേറൊന്നുമില്ല. ഇവിടെ ചെറിയൊരു സ്റ്റോളൊക്കെ പോലെയുണ്ട്. നമ്മളപ്പോൾ അവിടുന്ന് ഒരു ഓറഞ്ച് ജ്യൂസ്, അഗെയിൻ മൈ ഫേവറേറ്റ്, നമ്മൾ മേടിച്ച് കഴിച്ചു. പിന്നെയുള്ളത് കുറച്ചിങ്ങനെ ടീഷർട്ട്സും മാല, കമ്മൽ അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. ഐ തിങ്ക് ദാറ്റ്സ് എ കോമൺ തിങ് ഇൻ ടൂറിസ്റ്റി പ്ലേസസ്. അതിനുശേഷം ലഞ്ച് കഴിക്കാൻ അവിടുന്ന് കുറച്ച് മാറി പസ്നോറി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ ഫുഡ് എനിക്കത്ര വർക്കൗട്ട് ആയില്ല. ബട്ട് കിൻകലി എന്ന് പറഞ്ഞ ഡിഷ് ഒറിജിനേറ്റ് ചെയ്തത് പസ്നോറിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത വേറൊരു സംഭവം നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, ഇവിടെ ഒരു അഡ്വെഞ്ചർ ആക്ടിവിറ്റി ഉണ്ട്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോന്ന്. സംഭവം ഇവിടെ കുറച്ച് ബഗീസും ജീപ്സും ഉണ്ട്. അതിലൊന്നിൽ കയറ്റി നമ്മൾ അവരെ മൗണ്ടൻ ടോപ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്രേ. ഓൺലി പ്രോബ്ലം ഇസ് ഈ പോയി വരാൻ വേണ്ടി ഒരു 1 hour 1.5 hours എടുക്കും. അപ്പം നമ്മുടെ ആക്ച്വൽ ജേർണിന്ന് നമുക്കതൊരു എക്സ്ട്രാ ടൈമാണ്. അപ്പം അത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നല്ലോ, അവർ ഈ ട്രിപ്പ് കഴിഞ്ഞ് താഴെ എത്തിയതായിരുന്നു. അപ്പോൾ അവരാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞ് കൺവിൻസ് ചെയ്തത് അടിപൊളിയാണ്, എന്തായാലും പോകണം. അപ്പം പിന്നെ നമ്മളും ഒരു ജീപ്പിൽ അങ്ങ് ചാടി കയറിപ്പോയി. ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരന് ഏകദേശം ഒരു 55-56 ആണ് ഏജ് വരുന്നത്. എനിക്കതിൻ്റെ പകുതി പ്രായങ്ങാനേ ഉണ്ടാവും. എന്നിട്ടും എൻ്റെ കഴുത്തിൻ്റെ പണി തീർന്നു. കാരണം അമ്മാതിരി കുലുക്കമായിരുന്നു. ആൻഡ് ഹാഫ് വേ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുള്ളി വെറുതെ വണ്ടിയിട്ട് കുലുക്കുവാണോ? ബിക്കോസ് റോഡെന്ന് പറഞ്ഞ സംഭവം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ കല്ലിലും മുള്ളിലൂടെ ഒക്കെ ഇങ്ങനെ പോകണം. അതുകൊണ്ടാണ് ഇവരുടെ വണ്ടിയിൽ തന്നെ പോകണമെന്ന് പറയുന്നത്. ഈ താഴെ കാണുന്നതൊക്കെ സ്കീ റിസോർട്ട്സ് ആണ്. സോ വിൻറ്റേഴ്സ് ആകുമ്പോഴാണ് ഇവിടെ ശരിക്കും ആക്റ്റീവ് ആവുന്നത്. സ്കീ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം. ഈ മൗണ്ടൻ ഫുൾ സ്നോ കവർഡ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്കീ ചെയ്യാം. ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് ഗുഡോറി എന്നാണ്. വിൻറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ കസ്ബേഗിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഉരുൾപൊട്ടലൊക്കെ പോലത്തെ സംഭവം ഉണ്ടാവാറുണ്ട്. അതായത് ഐസൊക്കെ പൊട്ടി വീണ് നാശനഷ്ടമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് പോകാറില്ല. പക്ഷേ ആ ടൈം ഈ ഗുഡോറിയിലേക്കാണ് എല്ലാവരും വരാറുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡ്രൈവറിനെയാണ്.
പുള്ളിക്കാരൻ ഇത്ര ഏജൊക്കെ ഉണ്ടെങ്കിലും ഫുൾ ഓൺ വൈബായിരുന്നു. നമ്മൾ ഇന്ത്യൻസ് ആണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഹിന്ദി പാട്ടൊക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇവിടെ എത്തിയപ്പോൾ പുള്ളി എന്നെ പിടിച്ച് വലിച്ച് താഴെ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി എനിക്ക് ചോദിക്കാണ്ട് തന്നെ പുള്ളി നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ എടുത്തുതരാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് പുള്ളി ഒരു കോഴിയാണെന്ന്. ഐ തിങ്ക് ദാറ്റ്സ് ക്യൂട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി സ്നോയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കാര്യം ഞാൻ ഒരു 1 year UK ഉണ്ടായിരുന്നെങ്കിലും അവിടെ പോലും ഞാൻ ഇത്ര സ്നോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഫോർ സം റീസൺ ആ ഒരു 1 year അവിടെ അങ്ങനെ സ്നോഫോൾ ഉണ്ടായിരുന്നില്ല. ഈ ഐസ് കട്ടൊക്കെ നല്ല ഭാരം ഉണ്ടായിരുന്നു കേട്ടോ. ഐ തിങ്ക് ഒരു 10-20 കിലോയെങ്കിലും കാണും. അത് കഴിഞ്ഞ് നമ്മുടെ റിട്ടേൺ ട്രിപ്പിലായപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ മലേൻ്റെ മേലെ കയറി ലാസ്റ്റ് ഓഫ് വിൻ്റർ ഫ്ലവേഴ്സ് അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് തന്നു. എന്നോട് പറഞ്ഞു ഇത് ഡയറിയിൽ എപ്പോഴും സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു എപ്പോൾ ഇത് കണ്ടാലും ഞാൻ ചേട്ടനെ തന്നെ ഓർക്കും. ഒട്ടും കുറക്കണ്ടല്ലോ. അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ തേർഡ് ഡെസ്റ്റിനേഷനായ ഗർഗെറ്റി ട്രിനിറ്റി ചർച്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കസ്ബേഗി എത്തി. ഇവിടെ എത്തിയപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു ഹാരി പോട്ടർ ഒക്കെ പോലെ. ബിക്കോസ് ഒരു ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്കൊരു ചർച്ച്. ഇവിടെ ഡെയിലി മാസസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കസ്ബേഗി മൗണ്ടൻസ് ബാക്ക്ഡ്രോപ്പായിട്ട് ഈ ചർച്ച് അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഭംഗി തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് 600 years പഴക്കമുള്ള ഈ ചർച്ച് 2170 meters above sea ലെവലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് എനിമീസൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജോർജിയയിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ചില റിലീജിയസ് ഐറ്റംസ് ഒക്കെ ഈ ചർച്ചിലാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നാണ് ഇവരുടെ ലെജൻഡൊക്കെ പറയുന്നത്. ചർച്ചിലേക്ക് പോകുന്ന വഴി അത്യാവശ്യം നല്ല സ്റ്റീപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേര് മാറി നിൽക്കുന്നുണ്ടായി. അച്ഛനൊന്നും അങ്ങോട്ട് പോയില്ല. ഞാനും അമ്മയും അനിയനും കൂടെ മെല്ലെ പതുക്കെ മേലെ കയറി. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് തണുപ്പ് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഇവരൊക്കെ ജാക്കറ്റൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് വീരവാദമൊക്കെ ഇളക്കിയതായിരുന്നു. ഞാൻ മാത്രം ജാക്കറ്റ് എടുത്തിറങ്ങി. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. അങ്ങനെ ചേർച്ചിൽ നിന്ന് ഇറങ്ങി ഒരു 15-20 മിനിറ്റ്സിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഹോട്ടലിൻ്റെ പേര് റൂംസ് എന്നാണ്. എടുത്തു പറയാൻ കാരണം ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ വരുന്നത് ഒരു രാത്രി ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കൈൻഡ് ഓഫ് അൺബിലീവബിൾ. കാരണം ടിബ്ലിസിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പക്ഷേ ഈ ഒരു ഹോട്ടൽ മാത്രമാണ് ഈ കസ്ബേഗി മൗണ്ടൻസ് ഓവർലുക്ക് ചെയ്തിട്ടുള്ള ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് തരുന്നത്. കസ്ബേഗിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അൺലെസ് യുവർ ഇൻ ടു ട്രെക്കിംഗ്. അതായത് ചിലർ ഈ കാണുന്ന ഹൈ മൗണ്ടൻസ് ഒക്കെ ട്രെക്ക് ചെയ്തിട്ടൊക്കെ പോവാറുണ്ട്. അത് അത്യാവശ്യം ഒരു റിസ്കി ടാസ്ക് ഒക്കെ തന്നെയാണ്. ബട്ട് ഇഫ് യു ആർ ഇൻ ടു ദാറ്റ് ദെൻ ദാറ്റ്സ് അമേസിങ് ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഫോർ യു. ഹോട്ടലിൻ്റെ ഈ ഒരു ഡെക്കാണ് മെയിൻ അട്രാക്ഷൻ. ബിക്കോസ് ഇവിടെ നമുക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഈ മൗണ്ടൻസ് ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കാം. ആൻഡ് നല്ല തണുപ്പ് എന്ന് പറയുമ്പോൾ അവരിവിടെ ഹീറ്റേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം അവിടെ ഇരുന്ന് ഡിന്നർ കഴിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ സൺസെറ്റ് ആയപ്പോഴേക്ക് ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പ് ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോയിട്ട് നമ്മുടെ ഡിന്നറൊക്കെ ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് 2 days തന്നെ നമുക്ക് ഇത്രയധികം ന്യൂ എക്സ്പീരിയൻസസ് സമ്മാനിച്ച ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ജോർജിയ. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. അപ്പോൾ ബാക്കി എന്താ നടക്കുന്നതെന്ന് അറിയാൻ സ്റ്റേ ട്യൂൺഡ്.